പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനമായിട്ടായിരിക്കാൻ സ്വർഗത്തിൽ ദൈവം ആക്കിയതിനെ ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ ദിവസങ്ങൾ നമ്മൾ ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊള്ളുകയും ആ സർവായുധവർഗം എന്ന വിഷയത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിക്കുന്നത്. 2 കൊരിന്ത്യർ ലേഖനം അതിന്റെ 10-ാം അധ്യായം 4-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, 3-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: ഞങ്ങൾ ജഡപ്രകാരം സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. 4-ാം വാക്യം പറയുന്നു, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല. ഇവിടെ ഈ 2 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുമ്പോൾ, എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 13 മുതലുള്ള വാക്യങ്ങളിൽ അവിടെ പറയുന്നത് എങ്ങനെയാണ്: ആകയാൽ ദുർദിവസത്തിൽ എതിർത്ത് നിൽപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊള്ളി. ഇപ്പൊ നമുക്ക് ആയുധവർഗം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ശത്രുവിനെ തകർക്കുവാൻ അല്ലെങ്കിൽ ശത്രുവിനെ എതിർക്കുവാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ആയുധം. ആയുധം എന്ന ഈ ഒരു കോണ്ടെക്സ്റ്റിൽ പറയുന്നത്. മറ്റ് ആയുധങ്ങൾ എന്ന് പറയുമ്പോൾ മറ്റ് പലതും ആയുധങ്ങൾ. നമ്മളിപ്പോൾ ഒരു ആണി ഒരു ഭിത്തിയിൽ തറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ചുറ്റികയും ഒരു ആയുധം, ഒരു ചെറിയ വിറക് വെട്ടാനായിട്ട് ഉപയോഗിക്കുന്ന കത്തിയാകട്ടെ കോടാലിയാകട്ടെ, അതെല്ലാം ആയുധങ്ങൾ. പക്ഷെ ഇവിടെ ആയുധം എന്ന പദം കൊണ്ട് ഉപയോഗിക്കുന്നത് ഒരു ആവശ്യത്തിന് ഉപയോഗിക്കുക എന്നതിനപ്പുറമായി ചിലതിനോട് പ്രതിരോധിക്കാനായിട്ട് ഉപയോഗിക്കുക എന്ന അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത്. പക്ഷേ ഇവിടെ പറയുമ്പോൾ നമ്മൾ കാണുന്ന മറ്റു വിധത്തിലുള്ള ആയുധങ്ങൾ എന്നുള്ള കൺസെപ്റ്റ് അല്ല ഇവിടെ പറയുന്നത്. പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. കാരണം എൻ്റെ പോരാട്ടം ജഡപ്രകാരമല്ല. ഞങ്ങൾ പോരാടുന്നത് ജഡപ്രകാരമല്ല. ഞങ്ങളുടെ പോരാട്ടം ജഡപ്രകാരമല്ല. അതുകൊണ്ട് ഞങ്ങളുടെ പോരാട്ടം ജഡപ്രകാരമല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളും ജഡീകങ്ങളല്ല. അപ്പൊ ഇവിടെ നമുക്ക് പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, നമ്മൾ അഭിമുഖീകരിക്കുന്ന സകല വിഷയങ്ങളും ശരിയായ നിലയിൽ മനസ്സിലാക്കാതിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു പരാജയത്തിന് കാരണമല്ല. അതായത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നമ്മുടെ യഥാർത്ഥമായ വിഷയത്തെ നമ്മൾ കണ്ടെത്താതെ, യഥാർത്ഥമായ രോഗത്തെ കണ്ടെത്താതെ ചികിത്സിച്ചാൽ ആ ചികിത്സ ഫലമുള്ളതായിരിക്കും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ യഥാർത്ഥത്തിലെ വിഷയത്തെ, യഥാർത്ഥ എനിമി എന്താണെന്ന് മനസ്സിലാക്കണം. അത് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ചുറ്റുപാടുകളോ വ്യക്തികളോ അല്ല. യഥാർത്ഥത്തിൽ നമ്മുടെ ഏറ്റവും വലിയ നമ്മുടെ ജീവിതത്തിന്റെ പരാജയ കാരണം എന്ന് പറയുന്നത് വ്യക്തികളല്ല, ചുറ്റുപാട് നിൽക്കുന്ന വ്യക്തിയല്ല, സാഹചര്യങ്ങളല്ല. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ചുറ്റുപാടുകളിൽ നിൽക്കുന്ന ആളുകളോ ചുറ്റുപാടുകളിലുള്ള നെഗറ്റിവിറ്റി ഒന്നുമല്ല നമ്മുടെ പരാജയത്തിന് കാരണമായി മാറുന്നത്. ആ ചുറ്റുപാടുകളിലുള്ള നെഗറ്റിവിറ്റിയെ അല്ലെങ്കിൽ ആ സന്ദർഭത്തെ നാം എങ്ങനെ മനസ്സിലാക്കുന്നു, നാം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ജീവിതത്തിൽ ജയവും പരാജയവും ഇരിക്കുന്നത്. അതുകൊണ്ട് ജയത്തോടെ മുന്നേറാനായിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ടെങ്കിൽ ചുറ്റുപാടുകളാൽ സ്വാധീനിക്കപ്പെടാൻ അനുവദിക്കാതിരിക്കുക. ചുറ്റുപാടുകളാൽ സ്വാധീനിക്കപ്പെടാൻ അനുവദിക്കാതിരിക്കുക. നിങ്ങൾക്ക് ചുറ്റുപാടുകളെ സ്വാധീനിക്കാൻ, നിങ്ങൾക്ക് ചുറ്റുപാടുകളെ ഒരുപക്ഷെ മാറ്റിമറിക്കാനൊന്നും കഴിഞ്ഞൊന്നും വരത്തില്ല. പക്ഷെ ചുറ്റുപാടുകൾ നിങ്ങളുടെ അകത്ത് വരുത്തുന്ന മാറ്റങ്ങളെ, നിങ്ങളുടെ അകത്ത് വരുന്ന സ്വാധീനത്തെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും. അത് ശരിയാവണ്ണം നിങ്ങൾ കൈകാര്യം ചെയ്താൽ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ നശിച്ച് പോകത്തില്ല, നിശ്ചയം. അപ്പൊ ഇവിടെ ദൈവജനത്തിൽ പറയുന്നത്, അതുകൊണ്ട് ദുർദിവസത്തിൽ എതിർപ്പാനും സകലതും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊള്ളും. 14-ാം വാക്യം പറയുന്നത്, സത്യം അരയ്ക്ക് കെട്ടിയും നീതി എന്ന കവചം ധരിച്ച് പുട്ടോൺ. അപ്പൊ അവിടെ നീതിയെ കുറിച്ച് അങ്ങനെ പറയുമ്പോൾ നമുക്ക് ആ വാക്യം, അതിനോട് തൊട്ടടുത്ത് 15-ാം വാക്യത്തിൽ പറയുന്നത്, സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കി. 6-ാമത്തെ അധ്യായം 15-ാം വാക്യം, സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കി. അപ്പൊ ഇവിടെ നമ്മളിവിടെ 2 കാര്യങ്ങളാണ് 13-ാം വാക്യത്തിൽ പറയുന്നത്. ഒന്ന്, എതിർത്തു നിൽക്കുക.
2 ഉറച്ചു നിൽക്കുക. എതിർത്ത് നിൽക്കാനും ഉറച്ചു നിൽക്കാനും നമ്മൾ കാലിലാണ് ഉറച്ചു നിൽക്കുന്നത്. കാലുകൊണ്ടാണ് എതിർത്ത് നിൽക്കുക, കാലുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. നിൽക്കുക എന്ന പദം അവിടെ ഉപയോഗിക്കുന്നത് കാലിനെ ഉപയോഗിച്ച്, കാലിനെ അർത്ഥമാക്കി. അപ്പൊ ഇവിടെ പറയുന്നത് ആ പ്രതികൂലങ്ങളിൽ ഉറച്ചു നിൽക്കുക, എതിർത്ത് നിൽക്കുക. ഇതിന് നമുക്കറിയാം, നമ്മള് ഒരു യോദ്ധാവിനെ സംബന്ധിച്ചിടത്തോളം പാദരക്ഷ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, ഒരു കളിക്കളത്തിൽ മത്സരത്തിനിറങ്ങുമ്പോഴും പാദരക്ഷ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു വ്യക്തി ഓടാനായിട്ട് ഓട്ടക്കളത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ പാദരക്ഷ വളരെ പ്രധാനപ്പെട്ട. അപ്പൊ അത് എന്തിനെ സഹായിക്കുന്നതാണ്? അതായത് ഞാൻ യാത്ര ചെയ്യുന്ന വഴികളിൽ ഉണ്ടാകുന്ന ദുർഘടങ്ങളെ, പ്രയാസമില്ലാത്ത അവസ്ഥകളെയും പ്രയാസങ്ങളെയും ഒരുപോലെ എൻ്റെ കാലിൽ സെൻസ് ചെയ്യും. എൻ്റെ കാലിൽ നല്ല പാകമായ ഒരു ചെരുപ്പുണ്ടെങ്കിൽ. ഇവിടെ അതായത് ഓട്ടത്തിന് തയ്യാറാകുക, സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം ചെരുപ്പാക്കി. അപ്പൊ അവിടെ ഓടുവാനായിട്ട് എക്വിപ്പ് ചെയ്യുന്നത്, നിൽക്കുവാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നത് കാലാണ്. അപ്പൊ കാലിനെ എന്ത് ചെയ്യണം? നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യണം. അതെങ്ങനെയാണ്? സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം. യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ യേശു പറഞ്ഞൊരു കാര്യം ഇതാണ്: മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കും. നമ്മുടെ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞൊരു കാര്യമാണ്, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. സുവിശേഷം ആദ്യമായിട്ടാണ് ആ ഒരു വാക്ക് അവർ കേൾക്കുന്നത്, സുവിശേഷത്തിൽ വിശ്വസിക്കുക. അപ്പൊ അവിടെ യോഹന്നാന്റെ അടുക്കൽ സ്നാനപ്പെടാനായിട്ട് വന്നവർ, മരുഭൂമിയിൽ പ്രസവിച്ചുകൊണ്ട് നിൽക്കുന്ന യോഹന്നാന്റെ അടുക്കൽ ഒരു കൂട്ടം ആളുകളാണ് വന്നത്. അവരോട് യോഹന്നാൻ പറഞ്ഞ കാര്യം മാനസാന്തരപ്പെടുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. യേശുവിന്റെ പ്രസംഗം ആരംഭിച്ചാൽ യേശു പറഞ്ഞ കാര്യം സുവിശേഷത്തിൽ വിശ്വസിക്കുക. യേശുവിന്റെ ദൗത്യം പ്രഖ്യാപിച്ചപ്പോൾ യേശു പറഞ്ഞൊരു കാര്യമാണ്, ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ. സുവിശേഷം അറിയിപ്പാൻ. പുനരുത്ഥാനം ചെയ്ത് കർത്താവ് പറഞ്ഞ കാര്യം, നിങ്ങൾ പോയി സകല ജീവികളോടും എന്റെ സുവിശേഷം അറിയിക്കുക. അപ്പൊ ഈ സുവിശേഷം എന്താണ്? സുവിശേഷം, വാട്ട് ഈസ് ഗുഡ് ന്യൂസ്? എന്താണ് സുവിശേഷം? സുവിശേഷം എന്ന് പറഞ്ഞാൽ ആ പദത്തിന്റെ അർത്ഥത്തെ നമ്മൾ നേരിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ല വിശേഷം, നല്ല വാർത്ത എന്ന അർത്ഥത്തിലാണ് സുവിശേഷം. അതായത് വിശേഷം എന്ന് പറയുന്നത് എന്തൊക്കെയുണ്ട്? വിശേഷങ്ങൾ നമ്മൾ സാധാരണ കാണുമ്പോൾ ചോദിക്കുന്ന ഒരു വാക്കാണ് വിശേഷങ്ങൾ. എന്താണ് വിശേഷം എന്ന് പറയുന്നത്? ഒരു വ്യക്തി, ആ വ്യക്തിയുടെ വാർത്തകൾ, ആ വ്യക്തിയുടെ ജീവിതാനുഭവം, വിശേഷം നമ്മൾ പറയുമ്പോൾ വിശേഷങ്ങൾ ഇരുന്ന് പറയുക എന്ന് പറയുന്നത് ഒരു സാധാരണ രീതിയല്ല. എന്താ വിശേഷം? അതിങ്ങനെയാണ്, മോൻ സ്കൂളിൽ പഠിക്കുന്നു, പഠനമൊക്കെ ഇങ്ങനെ പോകുന്നു, ജോലിയൊക്കെ ഇങ്ങനെ പോകുന്നു, കുടുംബജീവിതമൊക്കെ ഇങ്ങനെ പോകുന്നു, ബിസിനസ് ഒക്കെ ഇങ്ങനെ പോകുന്നു. നമ്മൾ ഒരു കാഷ്വൽ ടോക്ക്. എന്നാൽ എന്താണ് സുവിശേഷം? സുവിശേഷം, ഗുഡ് ന്യൂസ്. അതായത് ഗുഡ് ന്യൂസ് എന്ന് പറയുമ്പോൾ ന്യൂസ് ആണ്, പക്ഷെ ആ ന്യൂസ് ക്യാരി ചെയ്യുന്നത് ഗുഡ് മെസ്സേജ്, ഗുഡ് തിങ്സ്, ഗുഡ് പ്ലഷർ. സന്തോഷം തരുന്ന കാര്യം, നന്മ തരുന്ന കാര്യം ആ ന്യൂസ് ക്യാരി ചെയ്യുമ്പോഴാണ് സുവിശേഷമായി മാറുന്നത്. അപ്പൊ ഇവിടെ നിങ്ങളുടെ ചെരുപ്പ്, അതായത് നിങ്ങളുടെ ഓട്ടത്തിന് തയ്യാറെടുപ്പിൽ നിങ്ങൾ ഏറ്റവും അധികമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബിലീവ് ഇൻ ദ ഗോസ്പൽ. സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഇൻ ഗുഡ് ന്യൂസ്, സുവിശേഷത്തിൽ വിശ്വസിക്കുക. യേശു പറഞ്ഞൊരു കാര്യമാണ് മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കുക. യേശുവിന്റെ ദൗത്യ നിർവഹണത്തെ കുറിച്ച് കർത്താവ് പറഞ്ഞപ്പോൾ പറഞ്ഞ കാര്യമാണ് ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ. ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ, ദരിദ്രരോട് സുവിശേഷം. അപ്പൊ സുവിശേഷം മറ്റാർക്കും ഉള്ളതല്ലേ? സമ്പന്നർക്കുള്ളതല്ലേ? ഈ കുറവുള്ളവർക്ക് മാത്രമാണോ സുവിശേഷം? ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിന്റെ ആത്മാവിനെ അഭിഷേകിച്ചു. അത് ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലും മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലും ഒക്കെ ഈ ഒരു വസ്തുതയെ കുറിച്ച് പറയുമ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 17, 18 വാക്യങ്ങളിൽ 19 വാക്യങ്ങളൊക്കെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പൊ അവിടെ നമുക്ക് വായിക്കുമ്പോൾ
ദരിദ്രരോട് സുവിശേഷം അറിയിക്കും. എന്നാൽ യേശുക്രിസ്തു മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തില് തന്റെ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞൊരു കാര്യം ഇതാണ്: ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. അപ്പൊ അവിടെ ആരോടാണ് സുവിശേഷം പറയാനായിട്ട് കർത്താവ് വന്നതെന്ന് അവിടെ വ്യക്തമായി പറയുന്നു. ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ. ആരാണ് ദരിദ്രർ? ആത്മാവിൽ ദരിദ്രരായവർ. ആത്മാവിൽ ദരിദ്രർ. എന്താണ് ആത്മാവിലെ ദാരിദ്ര്യം? എന്താണ് ദാരിദ്ര്യം എന്ന് പറയുന്നത്? നമുക്കറിയാം, ഒരു വ്യക്തിക്ക് എന്താണോ എന്താണോ കുറവ് അനുഭവപ്പെടുന്നത്, ആ വ്യക്തി ആ വിഷയത്തിൽ ദരിദ്രനാണ്. ഒരു വ്യക്തി അറിവില്ലാത്ത ആളാണെങ്കിൽ പറയും അദ്ദേഹത്തിൽ അറിവിൽ ദരിദ്രൻ, പുവർ ഇൻ നോളജ്. അദ്ദേഹം ഒരു നല്ല സ്വഭാവമുള്ള വ്യക്തി അല്ലെങ്കിൽ പറയും അവന് വളരെ പൂർ, ക്യാരക്ടറിൽ വളരെ പൂർ. അപ്പൊ ഈ ദാരിദ്ര്യം എന്ന് പറയുന്ന പദത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വ്യക്തി എന്തിനെയാണോ കുറവുള്ളവനായിരിക്കുന്നത്, എന്തിനാണോ ആ വ്യക്തിയിൽ അഭാവം, ആ വിഷയം അദ്ദേഹത്തിൽ കുറവാ, അങ്ങനെയുള്ളവനെ പറയും ദാരിദ്ര്യനാണ്. അപ്പൊ ഇവിടെ പറഞ്ഞ ആത്മാവിൽ ദരിദ്രരായവർ എന്ന് പറഞ്ഞാൽ ആത്മാവ് കുറവുണ്ടെന്നുള്ളതല്ല, അവന്റെ സ്പിരിറ്റിനെ കുറിച്ച് അറിവില്ലാത്തവൻ, അവന്റെ അകത്തെ പവറിനെ കുറിച്ച് അറിവില്ലാത്തവൻ, അവൻ ആരാന്ന് തിരിച്ചറിവില്ലാത്തവൻ, അതാണ് ആത്മാവിൽ ദരിദ്രരായവൻ. He has no knowledge about his spirit. അതായത് അവന്റെ ആത്മമേഖലയെ കുറിച്ച് അവൻ അറിവിൽ പരിമിതിയുള്ളവനാണ്. സോ ആത്മാവിൽ ദരിദ്രനായവൻ, poor in spirit. ആത്മാവിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന വ്യക്തി. പ്രിയപ്പെട്ടവരെ, ദാരിദ്ര്യം എന്ന് പറയുന്നതിനെ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? ഒന്ന്, ആ വ്യക്തിക്ക് അതിനകത്ത് കുറവുണ്ട്. രണ്ട്, ആ വ്യക്തി സമ്പന്നൻ. ദരിദ്രൻ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ മനസ്സിലാക്കുന്നത് സമ്പത്തിന്റെ ബേസിലാണ്. ദരിദ്രൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹത്തിന് സാമ്പത്തികമായ അഭാവം. അതുകൊണ്ട് തന്നെ അതിന്റെ ലൈഫ് അതനുസരിച്ചാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജീവിതശൈലി, അദ്ദേഹത്തിന്റെ സംഭാഷണ രീതി, അദ്ദേഹത്തിന്റെ ചിലപ്പോൾ ഒരുപക്ഷെ പണത്തോടുള്ള അതിയായ ആഗ്രഹം ആ വ്യക്തിയിൽ ഉണ്ടാക്കാം ദാരിദ്ര്യ നിമിത്തം. അതുകൊണ്ട് തന്നെ അദ്ദേഹം പല കാര്യത്തിലും കോംപ്രമൈസ് ചെയ്തായിരിക്കും പോകുന്നത്. ഒരുപക്ഷെ സമൂഹത്തിൽ അദ്ദേഹത്തിന് ആ ഒരു ദാരിദ്ര്യം കൊണ്ട് തന്നെ ഒരു വിലയുണ്ടായെന്ന് വരത്തില്ല. ഇതൊക്കെ ഒരു പൊതുവെയുള്ള സാമൂഹിക വ്യവസ്ഥയാണ് ഇങ്ങനെ ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ ആ ഒരു നിലയിൽ കാണുക. അപ്പോൾ നമ്മൾ ഈ ദരിദ്രം എന്ന് പറയുമ്പോൾ ഉടനെ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്ന ചില സാമ്പത്തികമായ ദാരിദ്ര്യത്തെ മാത്രം മനസ്സിലാക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, വളരെ ഉന്നത സമ്പന്നരായതുപോലും പലർ ജീവിതത്തിൽ പല കാര്യങ്ങളും ദാരിദ്ര്യം അനുഭവിക്കുന്നു. ജീവിതത്തിന്റെ സമാധാനത്തിൽ, സ്വസ്ഥതയിൽ, ബന്ധങ്ങളിൽ, ആശ്വാസത്തിൽ, ശാരീരിക ആരോഗ്യത്തിൽ, ഈ പല കാര്യങ്ങളിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ നമുക്ക് സമ്പന്നരുടെ കൂടെ തന്നെ കാണാൻ കഴിയും. അപ്പൊ യഥാർത്ഥത്തിൽ ദാരിദ്ര്യം എന്ന് പറയുന്നത് ഒരു വ്യക്തി എന്തിനാണോ അഭാവം അനുഭവിക്കുന്നത്, ആ വ്യക്തി ആ മേഖലയിൽ ദരിദ്രനാണ്. അപ്പൊ ഇവിടെ കർത്താവ് ദരിദ്രരോടാണ് സുവിശേഷം അറിയിച്ചത്. സുവിശേഷം ആർക്കാണ് സുവിശേഷം? അതായത് ഏതൊരു വ്യക്തി എന്തിനു വേണ്ടി ദാഹിക്കുന്നോ അതിനെക്കുറിച്ച് പറയുമ്പോഴാണ് ആ വ്യക്തിക്ക് അത് സുവിശേഷമാണ്. ചിന്തിച്ചു നോക്കിക്കേ, കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ് വളരെ ഈ ഒരു സാംക്രമിക രോഗം ഇവിടെ പടർന്നു പിടിച്ചായിരുന്നു. ആ രോഗം വന്നവർക്ക് അതിന് ചികിത്സ കണ്ടെത്തി എന്ന് ദൂത് കേൾക്കുമ്പോൾ അതൊരു ഗുഡ് ന്യൂസ്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പഠനപരമായിട്ട് വരുന്ന എന്തെങ്കിലും ഇളവുകൾ ലഭിക്കുന്നത് കേൾക്കുമ്പോൾ അവർക്ക് വലിയ സന്തോഷം. ചിന്തിച്ചു നോക്കുക, ഈ മാസം ഈ ആഴ്ചയിൽ ഫുൾ ക്ലാസ് ഇല്ല, അവർക്ക് ടഫായിരിക്കുന്ന ഒരു വിഷയം, ടഫായിരിക്കുന്ന ഒരു വിഷയം ഈ മാസം ഫുൾ ആ അധ്യാപകൻ വരുന്നില്ല, അവർക്ക് ഭയങ്കര ഹാപ്പിയാണ്. ക്ലാസ് ഇല്ലാതിരിക്കുമ്പം വിദ്യാർത്ഥികൾക്ക് സന്തോഷം. പക്ഷെ സ്കൂൾ പ്രഖ്യാപിക്കുകയാണ് ഒരു മാസം എല്ലാവർക്കും ഫീസിന് ഇളവ് തന്നിരിക്കുക എന്ന് പറയുമ്പം സന്തോഷം വരുന്ന മാതാപിതാക്കൾക്ക്. അപ്പൊ അവരവരുടെ ജീവിത നിലവാരം അനുസരിച്ചാണ് ഓരോരുത്തർക്ക് ഗുഡ് ന്യൂസ് എന്താണ് സുവിശേഷം എന്നതിനെ കുറിച്ച് ഡിഫൈൻ ചെയ്ത് നിർവചിക്കപ്പെടുന്നു. അപ്പൊ ഈ സുവിശേഷം അവരവർക്ക് ആവശ്യമുള്ള മേഖലയിൽ അതിനെക്കുറിച്ച് അതുമായി ബന്ധപ്പെട്ട് വരുന്ന നല്ല വാർത്തകൾ മാത്രമേ ആ വ്യക്തിക്ക് നല്ല വാർത്തയാവും.
ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം അതിനകത്തുണ്ടാകുന്ന ബെനിഫിറ്റ് ആണ് അവന് ഗുഡ് ന്യൂസ്. ഒരു തൊഴിൽ സംരംഭം നടത്തുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അതിനുണ്ടാകുന്ന ഗുഡ് ന്യൂസ്. ഒരു കലാകാരൻ, അതിനോട് ചേർന്നുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തിന് ഗുഡ് ന്യൂസ് ആണ്. അപ്പൊ ഇത് പറഞ്ഞ പോലെ നമുക്ക് മറ്റു പല കാര്യങ്ങൾ ചിന്തിക്കാൻ കഴിയും. നമ്മൾ ഒരു ദേശത്തുണ്ടാകുന്ന ഗുഡ് ന്യൂസ് അത് ആ നാട്ടുകാർക്ക് മാത്രം, മറ്റൊരു രാജ്യക്കാർക്ക് അത് ഗുഡ് ന്യൂസ് അല്ല. കാരണം ആ ദേശത്തിനകത്തേ ഉള്ളൂ. അപ്പൊ ഈ ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത്, സുവിശേഷം എന്ന് പറയുന്നത്, സദ്വർത്തമാനം എന്ന് പറയുന്നത് അതിന്റെ ഉപഭോക്താക്കളുടെ അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ചാണ് അത് ഗുഡ് ന്യൂസ് ആയിട്ട് മാറുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ വചനം ആത്മാവിൽ ദരിദ്രനായവൻ, അവരോട് സുവിശേഷം അറിയിക്കാനായിട്ടാണ് യേശു വന്നത്. എന്താണ് സ്പിരിറ്റ്, ആത്മാവിൽ ദാരിദ്ര്യം എന്ന് പറയുന്നത്? ഒരു വ്യക്തി എപ്പോഴാണോ അവന്റെ സ്പിരിച്വൽ ബീയിങ്, അവന്റെ ആത്മീക വ്യക്തിത്വത്തെ അവൻ മനസ്സിലാക്കുന്നത്, അവിടെ അവൻ ഒന്നിനും കുറവില്ലാത്തവനെ മാറും. എഫേസ്യ ലേഖനം 1-3 ഇങ്ങനെയാണ് പറയുന്നത്: സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ക്രിസ്തുവിൽ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്ന. ആമേൻ. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു വ്യക്തിക്ക് തിരിച്ചറിവുണ്ടാകണം. ഐ ആം റിച്ച് ഇൻ സ്പിരിറ്റ്, ഞാൻ ആത്മാവിൽ സമ്പന്നനാണ്. ഐ ആം സാറ്റിസ്ഫൈഡ് ഇൻ സ്പിരിറ്റ്, ഞാൻ ആത്മാവിൽ തൃപ്തനാണ്. ഐ ആം പവർഫുൾ ഇൻ സ്പിരിറ്റ്, ഞാൻ ആത്മാവിൽ അധികാരമുള്ളവനാണ്, ശക്തനാണ്. എപ്പോഴാണ് ഒരു വ്യക്തി തന്റെ ആത്മാവിൽ തന്റെ അകത്തെ മനുഷ്യനെ തിരിച്ചറിയുന്നത്, അവിടെയാണ് അവന്റെ ദാരിദ്ര്യം മാറുന്നത്. എന്താ കാര്യം എന്നറിയാമോ പ്രിയപ്പെട്ടവരെ? ഹല്ലേലൂയ. എന്റെ ശരീരം എന്ന് പറയുന്നത്, മൈ ബോഡി ഈസ് ഫിസിക്കൽ വിസിബിൾ ഐ, മൈ സോൾ ഈസ് ഇൻവിസിബിൾ ഐ, ബട്ട് മൈ സ്പിരിറ്റ് ഈസ് ഇൻവിസിബിൾ ഗോഡ് ഹു ഈസ് ഇൻ മീ. എന്നിൽ വസിക്കുന്ന ദൈവം, ആ ദൈവത്തെ കുറിച്ചുള്ള ബോധ്യമാണ് ആത്മാവ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത്, നിങ്ങളുടെ ഭൗതിക ജീവിതത്തിനെല്ലാം അപ്പുറമാണ് നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫ് എന്ന് തിരിച്ചറിയുന്ന ആ നിമിഷം, നിങ്ങൾ സകല ജീവിതത്തിൽ എവിടെല്ലാം കുറവുകളും പ്രയാസവും വന്നിട്ടുണ്ടോ, ആ കുറവുകളെ പ്രയാസത്തെ എല്ലാം മറന്ന് നിങ്ങൾ കുതിക്കാൻ തുടങ്ങും. യെസ്, അതിനെന്താണ് ആവശ്യം? നമ്മളിൽ ഉണ്ടാകേണ്ടത് ആത്മീയമായ മേഖലയിൽ തിരിച്ചറിവ്, സ്പിരിച്വൽ വിഷൻ, സ്പിരിച്വൽ ഇൻസൈറ്റ്, സ്പിരിച്വൽ റെവലേഷൻ, ആത്മാവിൽ വെളിപ്പാട് പ്രാപിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഞാൻ പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾക്ക് ഹല്ലേലൂയ സുവിശേഷം, കർത്താവിന്റെ സുവിശേഷത്തിന്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ചില സുവിശേഷം ഓരോ പ്രദേശത്തിലുള്ളവർക്ക് മാത്രം, ചില സുവിശേഷം ആ പ്രത്യേക അവസ്ഥയിലുള്ളവർക്ക് മാത്രമാണ്. എന്നാൽ കർത്താവിന്റെ സുവിശേഷം സകലർക്കുമുള്ളതാണ്. സകലരോടും സുവിശേഷം അറിയിക്കുക. കാരണം ദരിദ്രനായി നീ കിടക്കുന്നു, നിന്റെ ദാരിദ്ര്യത്തിന് അവൻ പരിഹാരം വരുത്തി. നീ രോഗിയാണോ, നിന്റെ രോഗത്തെ അവൻ സൗഖ്യമാക്കി. നീ കുറ്റബോധത്തിൽ കിടക്കുന്നു, നിന്റെ പാപത്തെ അവൻ കഴുകി ശുദ്ധീകരിച്ചു. നീ ശാപത്തിനകത്ത് കിടക്കുന്നു, നിനക്ക് വേണ്ടി അവൻ ശാപമായി മാറി നിന്നെ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഈ സുവിശേഷത്തിന്റെ ഒരുക്കം നിന്നെ ഓടാൻ സഹായിക്കുന്നത്, നിന്നെ മുന്നോട്ട് പോകാൻ സഹായിക്കുന്നത്, അതെ ഹല്ലേലൂയ, അവിടെ നിൽക്കാൻ നിന്നെ സഹായിക്കുന്നു, ഉറപ്പിക്കുന്നത് സുവിശേഷം. എന്താണെന്നറിയാമോ? ഹല്ലേലൂയ, ഐ ആം ബ്ലെസ്ഡ് ഇൻ മൈ സ്പിരിറ്റ്, ഞാൻ ആത്മാവിൽ അനുഗ്രഹിക്കപ്പെടും. എന്റെ സ്പിരിറ്റിൽ ഐ ആം ബ്ലെസ്ഡ്. ഈ ഗോസ്പലിനെ കുറിച്ച് പറയുമ്പോൾ പൗലോസ് പറഞ്ഞൊരു വാക്കുണ്ട്, 2 തീമോഥെയോസ് ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം: ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. അതായത് ഇവിടെ പറയുന്നത്, ദാവീദിന്റെ സന്തതിയായി ജനിച്ചിട്ട് മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അപ്പൊ അതായത് അവിടെ പറയുന്നത്, ജനിച്ചത് ദാവീദിന്റെ സന്തതിയായിട്ട്. എന്നാൽ പെന്തക്കോസ്ത് നാളിൽ അവിടെ പത്രോസിന്റെ പ്രസംഗത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞു, ദാവീദിന്റെ കല്ലറ ഇവിടെ ഉണ്ട്. ദാവീദ് പറഞ്ഞായിരുന്നു, എന്ത് പറഞ്ഞു? എന്റെ ദാസൻ ഒരിക്കലും ദ്രവത്വം കാണത്തില്ലെന്ന് പറഞ്ഞായിരുന്നു, പ്രവചിച്ചായിരുന്നു. പക്ഷെ ദാവീദ് പോലും മരിച്ചു. ദാവീദിന്റെ സന്തതിയായിട്ട് ജനിച്ച്, മരിച്ചു പോയ ഒരാളുടെ സന്തതിയായിട്ട് ജനിച്ച്, ജനനം ഒരു നോർമൽ ആളായിട്ടായിരുന്നു. ദാവീദ് വലിയ രാജാവും, ചെന്നിടത്തെല്ലാം ജയം വരിച്ചു എന്നാ പറഞ്ഞു. ലോകത്തിലെ ഭൂമിയുടെ മഹാന്മാരുടെ പേര് പോലെ ദാവീദിന്റെ പേര് വലുതായി എന്നൊക്കെയാ വചനത്തിൽ കാണുന്നത്. പക്ഷെ അതെല്ലാം അങ്ങനെ നിൽക്കുമ്പോൾ ദാവീദ്
ദാവീദിന്റെ സന്തതിയായി ആ ദാവീദ് മരിച്ചു. ഇത്രയും വലിയ ഉന്നത പദവിയിലിരുന്ന ദാവീദ് മരിച്ചു. അതുകൊണ്ട് ഇവിടെ പറയുന്നത് ദാവീദിന്റെ സന്തതിയായിട്ടാ ജനിച്ച, മരിച്ചുപോയ ദാവീദിന്റെ സന്തതിയായിട്ടാ ജനിച്ച. പക്ഷേ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തു എന്താണെന്നറിയാമോ? ദാവീദിന്റെ സന്തതിയായിട്ടാ ജനിച്ചതെങ്കിലും ഉയർപ്പിലൂടെ ദൈവ സന്തതിയാന്ന് പ്രൂവ് ചെയ്തവൻ. പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളുടെ മുമ്പുള്ള ചരിത്രം, നിങ്ങളുടെ പഴയ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾ ജനിച്ച കുടുംബ പശ്ചാത്തലം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലതും നെഗറ്റീവ് പറയാനുണ്ട്. പക്ഷേ ജനിച്ചത് ദാവീദിന്റെ സന്തതിയായിട്ടാണ്, പക്ഷെ ആയിത്തീർന്നത് ദൈവത്തിന്റെ പുത്രനായിട്ടാണ്. നിങ്ങളുടെ വീടും നിങ്ങളുടെ ചുറ്റുപാടുകളും സാഹചര്യങ്ങളും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങളുടെ വീടിനോടും സാഹചര്യത്തോടും ചേർത്ത് നിർത്തി നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തോ പരിമിതികളുണ്ട്, കുറവുകളുണ്ട്, കുറ്റമുണ്ട്, അവരെ പോലെ ആ കുടുംബം ഈ കുടുംബം ഇതെല്ലാം ഉണ്ട്. പക്ഷേ നിങ്ങൾക്കൊരു ഗോസ്പൽ ഉണ്ട്, നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. വാട്ട് ഈസ് ദാറ്റ്? ത്രൂ ക്രൈസ്റ്റ് നിങ്ങളുടെ അകത്തെ ആത്മാവ് സംബന്ധിച്ച് നിങ്ങൾ പുതിയ സൃഷ്ടിയാണ്. ബിലീവ്. സുവിശേഷത്തിൽ വിശ്വസിക്കുക. ബിലീവ് ഇൻ ദ ഗോസ്പൽ ആൻഡ് ഗുഡ് ന്യൂസ്. നിങ്ങളുടെ അവസ്ഥകളെ മാറ്റുന്നതാണ് ഗുഡ് ന്യൂസ്. നിങ്ങൾ പുതിയ സൃഷ്ടിയാണെന്ന് നിങ്ങളോട് പറയുന്നതാണ് ഗുഡ് ന്യൂസ്. നിങ്ങളുടെ ഉള്ളിൽ ദൈവം വസിക്കുന്നുവെന്ന ബോധ്യമാണ് ഗുഡ് ന്യൂസ്. നിങ്ങൾ ദൈവ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നതാണ് ഗുഡ് ന്യൂസ്. നിങ്ങളിൽ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു വസിക്കുന്നു എന്നതാണ് ഗുഡ് ന്യൂസ്. യേശുവിന്റെ ജനനത്തിങ്കിൽ ഇടയന്മാരുടെ അടുക്കൽ ദൂതസംഘം വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്: സകല മാനവജാതിക്കും ഉണ്ടാകേണ്ട ഗുഡ് ന്യൂസ്, സദ്വർത്തമാനം നിങ്ങളെ അറിയിക്കാൻ മതി. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിത സാഹചര്യം എന്തുമാകട്ടെ, നിങ്ങൾ അറിയേണ്ട ഒരു സത്യമുണ്ട്. നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. അക്കോർഡിംഗ് ടു യുവർ സ്പിരിറ്റ് യു ആർ എ സൺ ഓഫ് ഗോഡ്, ചൈൽഡ് ഓഫ് ഗോഡ്. നിങ്ങളുടെ ആത്മമണ്ഡലത്തിൽ നിങ്ങൾ തിരിച്ചറിയണം നിങ്ങൾ ആരുമാകട്ടെ. നിങ്ങൾക്കിപ്പോ അഡിക്ഷൻ ഇല്ലേ? ആ പാപത്തിന്റെ അഡിക്ഷൻ, ചില കാര്യത്തിന്റെ അഡിക്ഷൻ, നിങ്ങളെ ചില മേഖല തളർന്ന് പരാജയപ്പെട്ട് തീർന്നിരിക്കുന്ന മേഖലയില്ലേ, അത് ആര് പറഞ്ഞു നിങ്ങൾ അടിമയാന്ന്? നോ, ദാറ്റ് ഈസ് നോട്ട് ട്രൂത്ത്. അത് സത്യമല്ല. സത്യം എന്താണെന്നറിയോ? സത്യം നിങ്ങളുടെ ആത്മാവിൽ ദൈവത്തിന്റെ മകനാണ്. യു ആർ ഫ്രീ. അതായത് യോഹന്നാന്റെ സുവിശേഷം 8-ാം വാക്യത്തിൽ യഹൂദന്മാർ പറഞ്ഞൊരു കാര്യം: ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതിയെ ഒരിക്കലും ആർക്കും അടിമകളായിട്ടിരുന്നില്ല. യേശു പറഞ്ഞില്ല, പുത്രൻ നിങ്ങളെ വിടുവിച്ചാൽ സാക്ഷാൽ നിങ്ങൾ സ്വതന്ത്രരാകും. 41-ാം വാക്യത്തിൽ അവർ പറഞ്ഞു, ഞങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്, ഞങ്ങൾക്ക് ഒരു പിതാവേ ഉള്ളൂ, ദൈവം. ഞാനൊരു കാര്യം പറയാം. അബ്രഹാമിന്റെ സന്തതി 18 വർഷം കൂനിയായിരുന്ന സ്ത്രീയെ കർത്താവ് പറഞ്ഞു, അബ്രഹാമിന്റെ സന്തതിയായി ഇവളെ വിടുവിച്ചു വിടേണ്ടതല്ലയോ? അബ്രഹാമിന്റെ സന്തതി അടിമത്വത്തിൽ കിടക്കാൻ പാടില്ലെങ്കിൽ ദൈവമക്കൾ ഒരിക്കലും പാടില്ല. നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ സ്പിരിറ്റിൽ നിങ്ങൾ തിരിച്ചറിയണം. ശാരീരികമായി പുറമെ നോക്കിയാൽ നിങ്ങൾക്ക് പല വൈകല്യങ്ങൾ കണ്ടേക്കാം. പക്ഷെ നിങ്ങൾ നിങ്ങളോട് തന്നെ പറഞ്ഞ് തിരിച്ചറിവ് പ്രാപിക്കേണ്ട ഒരു മേഖലയുണ്ട്. നിങ്ങൾ ദൈവ മക്കളാണ്. അതുകൊണ്ട് തന്നെ ഒന്നിനും നിങ്ങളെ അടിമപ്പെടുത്താൻ സാധ്യമല്ല. നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാൻ, സകലതും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയണമെങ്കിൽ നിങ്ങളുടെ അകത്തൊരു ബോധ്യം ഉണ്ടാകണം: ഞാൻ ജയിച്ചിട്ട് നിൽക്കുക, ഞാൻ ദൈവത്തിന്റെ പൈതല, ദൈവത്തിന്റെ ജീവനാകുന്ന വിത്തന്റെ അകത്തുണ്ട്, ദൈവവചനമാകുന്ന വിത്തന്റെ അകത്തുണ്ട്. നിങ്ങൾ പരാജയപ്പെടത്തില്ല. ഏത് പ്രതികൂലത്തിലും ഉറച്ചു നിൽക്കാൻ ഇതിൽ പരം മറ്റൊരു അറിവിന്റെ ആവശ്യമില്ല. പ്രിയപ്പെട്ടവരെ, ഇറ്റ് ഈസ് ഗുഡ് ന്യൂസ്. ദരിദ്രരോട് സുവിശേഷം. നിങ്ങൾ പരാജയപ്പെടത്തില്ല. യെസ്, നിങ്ങൾ എവിടെ പരാജയപ്പെട്ട് കിടപ്പണം, നിങ്ങൾക്ക് എവിടെയാണോ ദാരിദ്ര്യം അനുഭവിക്കുന്നത്, ആ മേഖലയിൽ ക്രൈസ്റ്റ് ഈസ് ദയർ ആസ് എ സബ്സ്റ്റിറ്റ്യൂട്ട്. നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് അത് അവനാണ്. നിങ്ങളുടെ ആരോഗ്യം ക്രിസ്തുവാണ്, ജയം ക്രിസ്തുവാണ്, ആമേൻ, ഫേവർ ക്രിസ്തുവാണ്, ഫിനാൻഷ്യൽ ബ്ലെസ്സിങ് ക്രിസ്തുവാണ്, സ്വസ്ഥത ക്രിസ്തുവാണ്. ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിന് എല്ലാമായിട്ട് അവൻ നിങ്ങളുടെ കൂടെ വസിക്കും. അതുകൊണ്ട് സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം കാലിൽ ധരിച്ച് ഓടാൻ റെഡിയായിക്കേ, മുന്നോട്ട് കുതിക്കാൻ റെഡിയായിക്കേ.
യെസ്, ജസ്റ്റ് സ്റ്റാർട്ട്. അതെ, മുന്നോട്ട് പോകാം ബോധ്യത്തോടെ. എന്താ ബോധ്യം എന്നറിയാമോ? ആമേൻ, ഐ ആം സേവ്ഡ്, ഐ എം എ ചൈൽഡ് ഓഫ് ഗാഡ്, ഐ എം എ സൺ ഓഫ് ഗാഡ്. സ്പിരിറ്റില് ജഡപ്രകാരം എനിക്ക് പരിമിതികളുണ്ട്. ജഡപ്രകാരം ഞാൻ ആമേൻ, എനിക്ക് എൻ്റെതായ അനേക നൂറുകണക്കിന് കുറവുകൾ പറയാനുണ്ട്. ബട്ട് സ്പിരിറ്റില് ഐ എം എ സൺ ഓഫ് ഗാഡ്. ആമേൻ. തോൽക്കാൻ കഴിയാതെ, നശിക്കാൻ കഴിയാതെ, തകർന്നു പോകാൻ കഴിയാത്ത പുത്രത്വം എൻ്റെ അകത്തിരിപ്പുണ്ട്. ഹല്ലേലൂയ. ചുറ്റുപാടുകളിൽ പല വിധത്തിലുള്ള ആമേൻ തോൽവികളുടെയും പ്രയാസങ്ങളുടെയും അടയാളം മുമ്പിലുണ്ടായിരിക്കാം. ബട്ട് ഐ ആം നോട്ട് റെഡി ടു ബിലീവ്. ഞാനത് വിശ്വസിക്കാൻ റെഡിയല്ല, ഞാനതിൽ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ബിക്കോസ് എനിക്കൊരു കാര്യം അറിയാം, ദാവീദിന്റെ സന്തതിയായി ജനിച്ചിട്ട് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് പ്രൂവ് ചെയ്തിരിക്കാം ദൈവത്തിന്റെ പുത്രൻ അവൻ തന്നെ പ്രൂവ് ചെയ്തിരിക്കുക. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ആമേൻ ജഡപ്രകാരം അവൻ മരിച്ചു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ട് ദൈവപുത്രൻ എന്ന് പ്രൂവ് ചെയ്തിരിക്കുക. യെസ്, ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. മറക്കരുത്, ഈ ആമേൻ ഈ പാദരക്ഷ ധരിച്ചുകൊണ്ട് റെഡി ആയിക്കേ, ഓടാനായിട്ട്, നിൽക്കാനായിട്ട്, പ്രതികൂലങ്ങളെ റെസിസ്റ്റ് ചെയ്ത് പരാജയപ്പെടുത്താനായിട്ട്. യെസ്, ഗെറ്റ് റെഡി. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവെ, അനുഗ്രഹീതമായ സമയത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. എന്നെ കണ്ടുപിടിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്ന യേശുവിന്റെ നാമത്തിൽ അവരുടെ അകത്തുള്ള കുറ്റബോധങ്ങളും നിരാശകളും ആ സെൽഫിറ്റി എല്ലാവരുടെ അകത്തുനിന്ന് മാറിപ്പോട്ടെ. ജീവൻ അവരിലേക്ക് ഒഴുകട്ടെ. വലിയ സമാധാനം അവരുടെ ജീവിതത്തിൽ വെളിപ്പെടാനായിട്ട് പ്രാർത്ഥിക്കുന്നു. അത്ഭുതം അവരിൽ സംഭവിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ നിലകളിലുമുള്ള ദൈവിക സമാധാനം അവരിൽ വെളിപ്പെടട്ടെ, ദൈവിക ആശ്വാസം അവരിൽ വെളിപ്പെടട്ടെ. കർത്താവേ, യേശുവിന്റെ നാമത്തിൽ നാഥാ, നിങ്ങളുടെ സമാധാനം അസാധാരണമായ നിലയിൽ അവരിലേക്ക് വെളിപ്പെടാനായിട്ട് പ്രാർത്ഥിക്കുന്നു. അവസ്ഥകൾ മുഴുവനായി മാറട്ടെ, അവസ്ഥകൾ മുഴുവനായി മാറട്ടെ. ചുറ്റുപാടുകൾ വലിയ വ്യത്യാസം അവർ കാണാനിടയാകട്ടെ. അതേ കർത്താവേ, ആമേൻ, അവരുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് ബലപ്പെടാനായിട്ട് അവരുടെ ആക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അപ്പൻ അവരെ സഹായിക്കുന്നതിനായിട്ട് നന്ദി പറയുന്ന കർത്താവേ, അങ്ങനെ അവരെ അനുഗ്രഹിക്കുന്നത് എല്ലാ നിലകളിലും അവരൊരു അനുഗ്രഹമായി തീരട്ടെ. ആയിരങ്ങൾക്ക്, പതിനായിരങ്ങൾക്ക് അവർ അനുഗ്രഹമായി തീരട്ടെ. അവർ പരാജയപ്പെട്ട അതേ സ്ഥലത്ത് തന്നെ അവരെ തല ഉയർത്തി മാനിക്കുന്നതിനായ സ്തോത്രം. അത് തിരിച്ചറിവിലൂടെ, സുവിശേഷത്തിന്റെ തിരിച്ചറിവിലൂടെ എല്ലാ മേഖലകളിലും അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്, സമ്പന്നരാണ് എന്ന തിരിച്ചറിവ് അവരോട് ഉണ്ടാകട്ടെ. കർത്താവ് ഇത് നൽകിക്കഴിഞ്ഞതിനായിട്ട് നന്ദി പറയുന്ന മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാണ് യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. സുവിശേഷത്തിൽ വിശ്വസിക്കുക. ആർക്കാണ് സുവിശേഷം? സകല ജാതികൾക്കുള്ള, സകലർക്കുള്ള സുവിശേഷം. എല്ലാവർക്കും, ഏത് പ്രയാസത്തിലുള്ളവർക്കും ഈ ഗോസ്പൽ ഈസ് എ ഗുഡ് ന്യൂസ്. എന്താണെന്നറിയാമോ? ക്രിസ്തുവിൽ എല്ലാത്തിനും പരിഹാരമുണ്ട്. അതുകൊണ്ട് പരാജയത്തെയൊക്കെ മറന്ന്, ഈ നിലകളിലെ എല്ലാ കാര്യങ്ങളും മറന്ന് ധൈര്യത്തോടെ മുന്നോട്ട് കുതിക്കുക. നിങ്ങളൊരു അനുഗ്രഹമായി തീരും എന്നതിന് ഒരു സംശയമില്ല. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു. ആമേൻ.